ഹായ് രതീഷ്, അമീർ, വെൽക്കം ബാക്ക്. എൻ്റെ ഓഡിയോ ക്ലിയർ അല്ലായിരുന്നു, ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ഫൈൻ, താങ്ക് യു അമീർ. സോ ഇന്ന് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ ഇന്നും മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ യൂഷ്വലി പോകുന്ന നമ്മളുടെ സ്ഥിരം ഫോർമാറ്റിലേക്ക് നമ്മൾക്ക് പോകായിരുന്നു. ഇന്നത്തെ മാർക്കറ്റ് വളരെ ടഫായിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ടഫായിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയാനായിട്ടുള്ള കാര്യം, രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് തന്നതിന് ശേഷം 250 പോയിന്റ്സിനടുത്തേക്ക് മാർക്കറ്റ് മേലോട്ട് ഒരു വൺ സൈഡ് റാലി വന്നു. ശേഷം ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ 25,000 എന്ന് പറയുന്ന ലെവൽസിന്റെ ഒരു സൂപ്പർ റെസിസ്റ്റൻസ് കൊണ്ട് തന്നെ മാർക്കറ്റ് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാതെ നേരെ തിരിച്ച് ആ ഒരു റിവേഴ്സൽ പോയിന്റിലേക്ക് 250 പോയിന്റ്സ് അതേപോലെ തന്നെ മാർക്കറ്റ് റിവേഴ്സൽ വന്നു. ഈ ഒരു റിവേഴ്സൽസ് ഒരിക്കലും നമ്മൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ നേരം നമ്മൾക്ക് ഫേവറബിൾ ആയിരിക്കത്തില്ല. നമ്മൾ സ്റ്റോക്സിലാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അധികം മൂവ്മെന്റ്സോ കാര്യങ്ങളോ അവിടെ സ്റ്റോക്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു മൂവ്മെന്റ്സ് നമുക്ക് അക്സെപ്റ്റബിൾ ആകുന്ന ഒന്നല്ലായിരുന്നു. അതിനുശേഷം നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാം. പക്ഷെ ഈ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഓപ്ഷൻ പ്രൈസിങ് പ്രീമിയംസ് ഒരിക്കലും ഫേവറബിൾ ആയിരുന്നില്ല. എല്ലാ സൈഡിലോട്ടും ഈ നമ്മളുടെ പ്രീമിയംസ് നീങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഫേവറബിൾ അല്ലാത്ത ഒരു കണ്ടീഷനിലാണ് ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടി വന്നത്. ഞാൻ എക്സ്പെഷ്യലി എൻ്റെ ഡേ ഇന്ന് ലോസിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു CPR ലെവൽ ഏകദേശം ഈ ഒരു ലെവലിൽ ആയിരിക്കുമെന്നും അതിന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഞാൻ കോൾ ഓപ്ഷൻസ് സെല് ചെയ്ത് ഇന്നത്തെ ഡേ ഓപ്പൺ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. അതേപോലെ തന്നെ ഈ സ്ട്രൈക്കായിരുന്നു ഞാൻ ട്രേഡ് ചെയ്തത് 25,200. മാർക്കറ്റ് താഴത്തോട്ട് വന്നപ്പോൾ തന്നെ ആദ്യത്തെ ക്യാൻഡിൽ 20 റുപ്പീസിന്ന് ഡൗൺ സൈഡ് 11 റുപ്പീസ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഏകദേശം 50% DK ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ തന്നു. പക്ഷേ ഈ തിരിച്ചുള്ള റിവേഴ്സൽ, തിരിച്ചു വന്നിരിക്കുന്ന ഈ റിവേഴ്സൽ ഒട്ടും ഫേവറബിൾ ആയിരുന്നില്ല. നമ്മളുടെ പ്രീമിയം പ്രൈസസിനെ നല്ല രീതിയിൽ അത് സ്പൈക്ക് ചെയ്തു. ഫ്രം 12 റുപ്പീസ് 12 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം നേരെ ഹൈ ക്രിയേറ്റ് ചെയ്ത് 53 രൂപയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തത്. പുട്ട് ഓപ്ഷൻസ് വെച്ചിട്ട് മാക്സിമം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. സോറി, പുട്ട് ഓപ്ഷൻസ് സെല്ല് ചെയ്തുകൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഏകദേശം അതിൽ വിജയിക്കുകയും ചെയ്തു. എന്നാലും ഇതിനകത്ത് ഇന്ന് പ്രീമിയത്തിൽ കിട്ടിയിരിക്കുന്ന DKയിൽ വളരെ കുറവായിരുന്നു. DK സീ ദിസ്, ആദ്യമേ ഈ 15 റുപ്പീസിന്റെ പുട്ട് ഓപ്ഷൻ ആയിരുന്നു ഞാൻ സെല്ല് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കൂടി അതിന്റെ മാക്സിമം DK വന്നിരിക്കുന്ന 7 റുപ്പീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 50% മാത്രമേ ഈ സൈഡിൽ DK നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ സൈഡിൽ 50% DK കിട്ടി. പക്ഷേ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ശതമാനം ആ പ്രൈസ് നീങ്ങിയിട്ടുണ്ട്? ഏകദേശം 330% അടുത്ത്, 330% ഇവിടെ പ്രൈസ് മേളിലോട്ട് പോയി. സോ ഒരിക്കലും ഇത്രയും വലിയൊരു സ്പൈക്ക് വരാൻ നേരം നമ്മൾക്ക് പുട്ട് ഓപ്ഷൻസിന് എത്ര ക്വാണ്ടിറ്റി സെല്ല് ചെയ്താലും ശരി നമ്മൾക്ക് അതിനെ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കത്തില്ല. സോ കോൾ ഓപ്ഷനിൽ രാവിലെ തന്നെ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. കോൾ ഓപ്ഷനിൽ ലോസ് ബുക്ക് ചെയ്തു. എന്നിട്ട് മേളിലുള്ള ഒരു സ്ട്രൈക്കിലോട്ട് ഞാൻ വീണ്ടും മാറി വേറൊരു കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് വീണ്ടും ട്രേഡ് ചെയ്തു. പക്ഷെ പുട്ട് ഓപ്ഷന്റെ കേസിൽ വരാൻ നേരം ഈ ഒരു DKക്ക് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഈ 7 റുപ്പീസിന് ശേഷം ഇവിടെ നിന്നൊരു വീണ്ടും ഒരു സ്പൈക്കാണ് മാർക്കറ്റ് തന്നത്. സീ ദിസ്, ഓൾമോസ്റ്റ് 255% ഒരു സ്പൈക്ക് നമുക്ക് വീണ്ടും എടുക്കേണ്ടി വന്നു. സോ ഈ ഡബിൾ സൈഡ് മൂവ്മെന്റ് ഒരിക്കലും നമ്മൾക്ക് ഫേവറബിൾ ആയിരിക്കത്തില്ല. എന്തുകൊണ്ടെന്ന് നമ്മൾ ഓൾറെഡി കോൾ ഓപ്ഷനിൽ നമ്മൾ ഒരു ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷന്റെ സൈഡിലും ലോസ് തന്നെ ബുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയിൽ നടത്തിയ കുറെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളുമായിട്ട് അധികം വലിയ ലോസോ കാര്യങ്ങളോട്ടോ മാർക്കറ്റ് ഇത്രയും വോളറ്റൈൽ ആണെങ്കിലും പോകേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് 0.3% ലോസ് ആണ് ഇന്ന് ബുക്ക് ചെയ്തത്. സോ ദാറ്റ് ഈസ് നെഗോഷ്യബിൾ. നമുക്ക് നാളെ എക്സ്പയറി ഡേ ഉണ്ട്. റിക്കവറബിൾ ആയിട്ടുള്ള ഒരു ലോസ് മാത്രമേ ബുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ എന്നാലും ശരി, ഈ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ്. അത് വളരെ ടഫായിരുന്നു ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഞാൻ 330 വരെ ഇന്ന് മാർക്കറ്റിൽ നിന്നില്ല. ഓൾമോസ്റ്റ് ബൈ 130 ഞാൻ ഇന്ന് മാർക്കറ്റിന്റെ പൊസിഷൻസ് എല്ലാം എക്സിറ്റ് ചെയ്ത് മാറിയായിരുന്നു. കാര്യം നിങ്ങൾക്ക് കണ്ടാലും അറിയാൻ പറ്റും, 130ക്ക് ശേഷം ദിസ് ഇസ് 130 പോയിന്റ്. 130ക്ക് ശേഷവും മാർക്കറ്റ്
കൃത്യമായിട്ട് ആ ഒരു വോളറ്റാലിറ്റി കീപ്പ് ചെയ്യുകയും സ്പൈക്സും കാര്യങ്ങളും വീണ്ടും വരുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 9 റുപ്പീസ് ഉണ്ടായിരുന്ന പ്രീമിയം 330 ആയപ്പോഴും 7 റുപ്പീസിൽ എത്തിയിട്ടുള്ളൂ. ഇവിടെയും 14 റുപ്പീസ് ഉണ്ടായിരുന്ന പ്രീമിയം 13 റുപ്പീസിലോട്ട് എത്തിയിട്ടുള്ളൂ. സോ ലോസിലോ പ്രോഫിറ്റിലോ നമ്മൾക്ക് അധികം ഡിഫറൻസ് ഉണ്ടാവത്തില്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ നിന്ന് ഞാൻ മാറി നിൽക്കാനായിട്ട് തീരുമാനിച്ചത്. രതീഷ് കേൾക്കാവോ പറയുന്നത്? കേൾക്കാം പറഞ്ഞോളൂ. നിങ്ങൾ പേരെടുത്തിടല്ലോ. ഓക്കെ ഫൈൻ. കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. സോ പറഞ്ഞു വന്നതുപോലെ തന്നെയാണ് ഇത്രയും വലിയ പ്രീമിയംസിന്റെ മൂവ്മെന്റ്സ് ഉണ്ടാകാൻ നേരം നമ്മൾക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ നേരം അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണോ എന്നുള്ളത്. പക്ഷെ ഈ അഡ്ജസ്റ്റ്മെന്റ്സിനും എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട്, പരിധിയുണ്ട്. അതിനുശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഒരിക്കലും ഹെൽപ്പ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ്സിന് ഒരു ലിമിറ്റ് എപ്പോഴും നമ്മൾ കരുതേണ്ടതുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് ഒരു പർട്ടിക്കുലർ ലോസ് ലിമിറ്റിനപ്പുറം ലോസ് എപ്പോഴും ലിമിറ്റ് ആക്കി കീപ്പ് ചെയ്യുക. ആ ലോസിന്റെ അകത്ത് മാത്രം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് നോക്കുക. എന്താണോ നമ്മൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ലോസ്, ആ ലോസിന്റെ അകത്ത് മാത്രമേ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ചെയ്യാൻ പോകാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഏത് സമയം ഇതേപോലത്തെ വയലന്റ് മൂവ്സ് തരാനും നമ്മളെ ട്രാക്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് ഹൗ മാർക്കറ്റ് ബിഹേവ് ടുഡേ. അതേപോലെ തന്നെ വേറെ ഒരു കാര്യം കാണിച്ചു തരാനായിട്ടുള്ളത്, ഇന്നത്തെ പ്രീമിയത്തിന്റെ മൂവ്മെന്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 25,400 സിയും 24,500 ടി. 24,000 ഞാൻ ആ ലെവൽസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഈ രണ്ട് ലെവൽസിന്റെ കമ്പൈൻഡ് പ്രീമിയം പ്രൈസിംഗ് ആണ് ഈ കാണാനായിട്ട് സാധിക്കുന്നത്. രാവിലെ 9:15 എന്തായിരുന്നു പ്രൈസിംഗ് എന്ന് നമുക്ക് നോക്കാം. 41 രൂപയാണ് കമ്പൈൻഡ് പ്രൈസിംഗ് ആയിട്ട് രാവിലെ ഉണ്ടായിരുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്തപ്പോൾ എവിടെയാണെന്ന് ജസ്റ്റ് നോക്കിക്കേ, 30 റുപ്പീസ്. ഇന്ന് ഒരു കംപ്ലീറ്റ് ഡേ മാർക്കറ്റ് ട്രേഡ് ചെയ്തതിന് ശേഷവും പ്രീമിയത്തിൽ വലിയ ഡീറ്റെയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ പറയുന്ന അടുത്തുള്ള സ്ട്രൈക്കിന്റെ കാര്യമല്ല. ഓൾമോസ്റ്റ് 680 പോയിന്റ്സ് മുകളിലോട്ടും അതേപോലെ തന്നെ 220 പോയിന്റ്സ് താഴത്തോട്ടും. ഞാൻ ഈ കമ്പൈൻ പ്രൈസിങ് എടുത്തത് ഏകദേശം ഈ ലെവലിലായിരുന്നു. 450 പോയിന്റ്സ് താഴത്തോട്ടും 450 പോയിന്റ്സ് മേലോട്ടുള്ള ഒരു സമയത്താണ് അവർ കമ്പൈൻ പ്രൈസിങ് എടുത്തത്. പക്ഷേ നമ്മൾ രാവിലെ തന്നെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് വെച്ചിട്ട് മാർക്കറ്റ് അധികം മൂവോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് 100 പോയിന്റ്സിന്റെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് തന്നിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ പ്രീമിയം അഡീഷണലി ഡി കെ നമുക്ക് തന്നിരിക്കുന്നത് വെറും 10 പോയിന്റ്സ് ആണ്. ഒരു ദിവസം കംപ്ലീറ്റ്ലി ട്രേഡ് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്നും 10 പോയിന്റിന്റെ മാത്രം ഡി കെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 5 പോയിന്റ് ആണ് കോൾ സൈഡിൽ നിന്നായാലും ഫുഡ് സൈഡിൽ നിന്നായാലും ഓരോ സൈഡിൽ നിന്ന് പോയിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്ന പോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ക്യാറ്റർ ചെയ്യേണ്ടി വന്നിരിക്കുന്നത് ഇവിടെ ഒരു സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിൽ. അതേപോലെ തന്നെ ഇവിടെ സ്പൈക്സസ് ഉണ്ട്. ഓരോ ക്യാൻഡിലും ഇടപെട്ട് നല്ല സ്പൈക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് സോ ഈസി. വളരെ പാടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ദാറ്റ് ഇസ് ഹൗ മാർക്കറ്റ് ബിഹേവ് ടുഡേ. ഇനി ഇന്നലെ എന്നോട് ഒരു സംശയം ചോദിച്ചായിരുന്നു ഒരാൾ. ലൈക്ക് വൈസ് നമ്മൾ സ്റ്റോക്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് എ ഡൗട്ട് ആയിട്ടല്ല ചോദിച്ചത്. സ്റ്റോക്സിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഓപ്ഷൻസ് ട്രൈ ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം പറയാനുണ്ട്. സോ അതിന് എഗെയിൻസ്റ്റ് നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിരുന്നു, യെസ് ബാങ്ക്. യെസ് ബാങ്കിന്റെ സ്റ്റോക്ക് രാവിലെ ഓപ്പൺ ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപ 82 പൈസയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് 20 രൂപ 87 പൈസയിൽ ഓപ്പൺ ചെയ്തിട്ട് യെസ് ബാങ്കിൽ നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ്ലി ട്രേഡ് ചെയ്തിരുന്നെങ്കിലും നമുക്ക് എത്ര രൂപയാണ് മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും? 0.19 റുപ്പീസ് ഓൺലി. ടോട്ടൽ ഒരു സ്വിംഗ് കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്താൽ കൂടി ഏറ്റവും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ് നമ്മൾ കരുതുക. 20 രൂപ 60 പൈസയിൽ നമ്മൾ ലോ കണ്ടുപിടിക്കുകയും ഇവിടെ നിന്ന് നമ്മൾ മേളിലോട്ടൊരു അപ്സൈഡ് ട്രേഡ് എടുക്കുകയും ചെയ്തു. സോ മാർക്കറ്റിന്റെ കംപ്ലീറ്റ് ലെങ്ത് നമ്മൾ ക്യാപ്ചർ ചെയ്യുകയും ഈ ഒരു പോയിന്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. നമുക്ക് മാക്സിമം അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് 50 പൈസയാണ്, 0.5 റുപ്പീസ്. സോ അത്രയും വലിയ ഹ്യൂജ് ആയിട്ട് നമ്മൾ ഡെലിവറി എടുത്ത ഒരു സ്റ്റോക്കില് നമ്മളുടെ ഡയറക്ഷൻ കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്തിട്ട് പോലും നമുക്ക്
സ്റ്റോക്കിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 50 പൈസ. ഞാൻ ഏകദേശം നമ്മുടെ ഓപ്ഷൻസ് പ്രീമിയത്തിന്റെ പ്രൈസിന്റെ ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന ഒരു പ്രൈസിങ് എടുക്കുകയാണ്. അതുകൊണ്ടാണ് 20 റുപ്പീസിന്റെ ഒരു സ്റ്റോക്ക് എടുത്തത്. നിങ്ങൾ 100 റുപ്പീസോ 200 റുപ്പീസോ എത്ര രൂപയുടെ സ്റ്റോക്ക് എടുത്താലും ഏകദേശം ദ പെർസെന്റേജ് മൂവ്മെന്റ് വിൽ ബി ഓൾമോസ്റ്റ് ദ സെയിം. സോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ 20 റുപ്പീസിന്റെ ഒരു സ്ട്രൈക്ക് എടുത്തത്, സോറി പ്രൈസിങ് എടുത്തത്. അതേപോലെ തന്നെ നേരെ മറിച്ച് നമ്മളൊരു ഓപ്ഷൻസിലായിരുന്നു അത് ട്രേഡ് ചെയ്തിരുന്നെങ്കിലും, ജസ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത ഉദാഹരണം തന്നെ നോക്കാം. ഈ ഒരു പോയിന്റിൽ നമ്മൾ ഏറ്റവും ലോ ക്യാപ്ചർ ചെയ്യുകയും ഏറ്റവും ഹൈയിലാണ് ഇറങ്ങിയെങ്കിലും നമുക്ക് എത്ര നേരം വേണ്ടി വന്നു? 11:20 നമുക്ക് ഈ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. 12:20 മാക്സിമം 1 മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് 16 രൂപയുടെ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും വിത്ത് ലെസ് ക്യാപിറ്റൽ. കുറഞ്ഞ ക്യാപിറ്റലിൽ നമുക്ക് ഈ വലിയ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഓപ്ഷൻസ് ട്രേഡിംഗിലേക്ക് നമ്മൾ കുറെ കൂടെ പ്രിഫർ ചെയ്യുന്നതെന്നും നമുക്ക് കുറെ കൂടെ വൈഡർ മൂവ്മെന്റ്സ് കിട്ടാനായിട്ടും പ്രോഫിറ്റ് മാർജിൻ കുറെ കൂടെ കൂട്ടാനായിട്ടും നമുക്ക് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. സോ ദാറ്റ് ഇസ് വൈ മോസ്റ്റ് ഓഫ് ദം പ്രിഫർ ഓപ്ഷൻസ് ട്രേഡിംഗ്. സോ സ്റ്റോക്സിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓപ്ഷൻസ് ട്രൈ ചെയ്യുക. റിസ്കിയർ ആണ്, ഒരിക്കലും റിസ്കിയർ അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ക്യാച്ച്, ഇത് നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ദ പ്രോഫിറ്റ് മാർജിൻ വിൽ ബി വെരി വെരി ബിഗ്. അതുകൊണ്ടാണ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് ഇന്നലെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് ഇന്ന് പറയാനായിട്ട് സാധിച്ചു. സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് ഇപ്പൊ പറഞ്ഞത്. ഇനി വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നാളെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നമ്മുടെ ഓപ്ഷൻസ് ചെയ്യുന്നതായിരുന്നു. NSE സൈറ്റിൽ നിന്നാണ് കേട്ടോ ഞാൻ ഓപ്ഷൻസ് യൂഷ്വലി നോക്കാറായിട്ടുള്ളത്. സോ സീ ദിസ് 26,000 കോൾ ഓപ്ഷൻസ് സെൻഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 26 lakhs കോൾ ഓപ്ഷൻസിന് എഗെയിൻസ്റ്റ് 17 lakhs പുട്ട് ഓപ്ഷൻസ് മാത്രമാണ് സെൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഒരു 25,000 ലെവൽസ് ബ്രേക്ക് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. ഇൻ കേസ് ഇത് മാറാം. ദിസ് ഇസ് ജസ്റ്റ് എ വ്യൂ, ഒരു വ്യൂ മാത്രമാണ് ഇത്. ഡെഫിനറ്റ്ലി ഈ കൺസെപ്റ്റ് മാറാനും ഇതിന് എഗെയിൻസ്റ്റ് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ആസ് ഓഫ് നൗ വേറെ അഡീഷണൽ കാര്യങ്ങളൊന്നും മാർക്കറ്റ് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ 25,000 അകത്ത് മാർക്കറ്റ് നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. താഴത്തേക്ക് 24,500, 24,600 നല്ല ലെവൽസ് ആയിരുന്നു. ചെക്ക്ഔട്ട് ചെയ്യുക. ഈ ലെവൽസിനകത്ത് മാർക്കറ്റ് നാളെ ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ അതിന് എഗെയിൻസ്റ്റ് നിങ്ങൾക്ക് ട്രേഡുകൾ എടുക്കാം, എങ്ങനെ അത് ബെനിഫിഷ്യൽ ആക്കി എടുക്കാം എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ജസ്റ്റ് തിങ്ക് യുവർ സെൽഫ് and you will understand what to do tomorrow to make profit out of the market. Okay, so ഇനി യൂഷ്വലി ഞാൻ ട്രേഡ് ചെയ്തതും ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് NSE നിന്ന് മാത്രമാണോ? NSE സെലക്ട് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത് സ്റ്റോക്സ് എങ്ങനെയാണ്? ഓക്കെ, ഞാൻ യൂഷ്വലി സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാറില്ല. ഞാൻ ഇപ്പോഴും അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. നമ്മൾ സ്റ്റോക്സിൽ എത്ര വലിയ മൂവ്മെന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയാലും മാക്സിമം 0.5 rupees ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇൻ കേസ് ഇത് മാറാം, നമുക്ക് വേറൊരു പ്രൈസിങ് ഉള്ളൊരു സ്റ്റോക്ക് എടുത്ത് നോക്കാം. റിലയൻസിന്റെ ചാർട്ടായിരുന്നു. റിലയൻസിന്റെ ചാർട്ടിൽ ഞാനിപ്പോ ഈ ലെവലിൽ നിന്ന് ഈ ഒരു സ്വിംഗ് ഞാൻ കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്തെന്ന് കരുതുക. എനിക്ക് മാർക്കറ്റ് കണ്ടീഷൻസ് എല്ലാം മനസ്സിലായി. റിലയൻസിന്റെ സ്റ്റോക്ക് മേളിലോട്ട് പോകാനെന്ന് തോന്നിയാലും ശരി, അത് നമുക്ക് 11 രൂപ മാത്രമാണ് അവിടെ ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. നമ്മൾ ആ ട്രേഡിൽ 12.4 ആ ഒരു ട്രേഡിൽ എൻട്രി ചെയ്തത്. അതിനുശേഷം എല്ലാ സ്വിങ്സിലും താഴത്തോട്ടുള്ള എല്ലാ മൂവ്മെന്റ്സും നമ്മളുടെ പേഷ്യൻസിനെ എല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത് മേളിലോട്ട് പോയിരിക്കുന്നത്. ഏറ്റവും മേലിൽ നമുക്ക് ഇറങ്ങാൻ സാധിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ 11 രൂപ മാത്രമാണ് കളക്ട് ചെയ്യാൻ സാധിച്ചത്. പക്ഷെ ഇൻ കേസ് അതിന് പകരം നമ്മളൊരു ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിംഗ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ തന്നെ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് 40 രൂപയുടെ പ്രീമിയം കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് ട്രേഡ് ചെയ്താൽ
നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഓപ്ഷൻസിൽ മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. സ്റ്റോക്സ് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വാങ്ങിച്ചു വെക്കാറുണ്ട്. സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യലും അല്ല പറഞ്ഞാൽ, പക്ഷേ സ്റ്റോക്സിൽ ചെയ്യുന്നതിലും കുറച്ചും കൂടെ ബെനിഫിഷ്യൽ എപ്പോഴും ഓപ്ഷൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. യൂസഫ്, അബ്ദുൽ, റഷീദ്. ഹലോ അബ്ദുൽ പറഞ്ഞു. സാർ, ഞാൻ ഇന്നലെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ സ്റ്റോക്കിന്റെ കാര്യം ചോദിച്ചത്. കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. അബ്ദുൽ, എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജും കൂടെ ഒന്ന് ഇട്ടേക്കോ. കാര്യം ഞാൻ ചെക്ക് ചെയ്തിട്ട് കാണുന്നില്ലായിരുന്നു. ഓക്കെ. അൻസാരി ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരെയും കേൾക്കാനായിട്ടാണ്. ഇക്വിറ്റി ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ട്, ഇല്ലെങ്കിൽ ഇക്വിറ്റി സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടുമോ എന്നുള്ളതായിരുന്നു കേട്ടോ. ഞാൻ പേഴ്സണലി പറഞ്ഞതുപോലെ തന്നെ ഞാൻ സ്റ്റോക്സിൽ ഡയറക്റ്റ്ലി ട്രേഡ് ചെയ്യാറില്ല. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ട് ഞാൻ സ്റ്റോക്സിലോട്ട് നോക്കാറുമില്ല. ഞാൻ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. വീക്ക്ലി എന്റെ പ്രോഫിറ്റ് എന്താണോ അത് ഞാൻ കംപ്ലീറ്റ്ലി മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെയാണ് ഞാൻ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇക്വിറ്റീസിലോട്ട് നോക്കാനായിട്ട് പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം തന്നെയായിരുന്നു ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ടൈം കൺസ്ട്രെയിൻസ് ഒരുപാടായിരുന്നു. എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാ ഞാൻ ഈ നിങ്ങൾക്ക് റീൽസിലും അതേപോലെ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന അക്കൗണ്ടിലും മാത്രമല്ല ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ടോട്ടൽ 4 അക്കൗണ്ട്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ മാർക്കറ്റ് അവേഴ്സിൽ ഈ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് പാടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വാട്സപ്പ് അക്കൗണ്ടിലായാലും ടെലിഗ്രാമിലായാലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കാത്തത്. സോ അതുകൊണ്ട് ഞാൻ ഇക്വിറ്റീസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ വളരെ വീക്ക് ആയിരുന്നു. എനിക്ക് ഇക്വിറ്റീസിൽ ഫണ്ടമെന്റൽസ് നോക്കിയിട്ട് അതിന്റെ ടെക്നിക്കൽസ് നോക്കിയിട്ട് ഒരു നല്ല സ്റ്റോക്കാണ് അല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് പറയാനായിട്ടുള്ള ഒരു കഴിവ് എനിക്ക് ഇല്ലായിരുന്നു. ഞാൻ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ളത് ഓപ്ഷൻസിലായിരുന്നു, ഓപ്ഷൻസ് ട്രേഡിങ്ങിലായിരുന്നു. സോ നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല അഡ്വൈസ് എന്ന് പറയുന്നത് എന്റെ കയ്യിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടതും ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ പറ്റിയിട്ടായിരിക്കണം. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. എന്നെ കഴിയുന്ന എല്ലാ സപ്പോർട്ട് ഞാൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, വേറെ എന്തെങ്കിലും നമ്മൾ ലോസിലാണ് പോകുന്നെങ്കിൽ അതിന്റെ എക്സിറ്റ് ക്രൈറ്റീരിയ ഒന്ന് പറയാം. ലോസിലാണ് പോകുന്നത് അല്ലെ സാറിന്റെ ഒന്ന്. ഇപ്പൊ ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതിയിലല്ലേ ആമീർ? അതെ അതെ സാർ. ഓക്കെ. ഇന്നലെ നമ്മൾ ഒരു 2 ക്രൈറ്റീരിയസ് നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പോ സപ്പോസ് ഇത് തന്നെ എടുക്കാം. ഇപ്പൊ ഞാനൊരു 13 രൂപയ്ക്ക് ഈ ഒരു ഓപ്ഷൻ പ്രൈസിങ് ഞാൻ സെല്ല് ചെയ്തു. എന്തായിരിക്കും നമ്മൾ 13 രൂപയ്ക്ക് സെല്ല് ചെയ്യാൻ നേരമുള്ള നമ്മളുടെ ഉദ്ദേശം? ഈ 13 രൂപ കംപ്ലീറ്റ്ലി DK ക്യാപ്ചർ ചെയ്യണം എന്നുള്ളതാണ്. സോ അറ്റ്ലീസ്റ്റ് ഒരു 5 rupees എങ്കിലും കിട്ടിയാൽ അങ്ങനെ. സോ ഈ 13 rupees ഞാൻ സെല്ല് ചെയ്ത പ്രീമിയം 53 rupeesലേക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന്. ഇല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് എപ്പോൾ എക്സിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിം ലെവലിൽ ഞാൻ താഴത്തും ഒരു 13 rupeesന്റെ പ്രീമിയത്തിൽ സെല്ല് ചെയ്തെന്ന് കരുതുക. ഇത് പ്രീമിയംസ് സെലക്ട് ചെയ്യുന്ന എപ്പോഴും ഇൻഡിവിജ്വൽ പ്രിഫറൻസ് വെച്ചിട്ടും മാർക്കറ്റ് കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും. ഞാൻ ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. സപ്പോസ് 13 rupees നിന്ന് ഇത് 26 rupees വരെ നമ്മൾ പർട്ടിക്കുലർലി സേഫ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയാലോ? ഈ 13 rupee 26 rupeeയിലേക്ക് ഈ പ്രീമിയം പോയാലും ശരി, നമ്മൾ താഴത്ത് സെല്ല് ചെയ്ത പുട്ട് ഓപ്ഷൻ 0 പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത് ഞാൻ കംപ്ലീറ്റ്ലി എക്സ്പയറി ഡേയുടെ ബേസിലാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് എക്സ്പയറി ഡേയുടെ ബേസിൽ പറയുന്നത്. സോ 26 rupees വരെ നമുക്ക് ഇത് പോയാലും ശരി, അന്നത്തെ നമ്മളുടെ P&L അത് 0 ആയിരിക്കും. നമ്മൾ ലോസിലേക്ക് പോകത്തില്ല. സോ ഒന്നെങ്കിൽ നമുക്കിത് 26 വെച്ചിട്ട് ഈ പ്രൈസ് കട്ട് ചെയ്ത് മാറിയതിന് ശേഷം പുതിയൊരു സ്ട്രൈക്ക് അത് 13 rupees തന്നെ നമ്മൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ 13 rupees പുതിയൊരു സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മളിപ്പോ ഒരു 5 ലോട്ടുകൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. സോ
ഏകദേശം 5,000 റുപ്പീസ് ഈ 13 റുപ്പീസ് സെല് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇൻ കേസ് നമ്മൾ ആദ്യം മേക്ക് ചെയ്ത ഈ ലോസ് താഴത്ത് നമ്മളുടെ പുട്ട് ഓപ്ഷൻ വെച്ച് നമ്മൾ കവർ ചെയ്ത് സീറോയിലോട്ട് വരികയും പുതിയതായിട്ട് സെല്ല് ചെയ്ത കോൾ ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ പ്രോഫിറ്റിലേക്ക് വരാനായിട്ടാണ് നോക്കുന്നത്. അങ്ങനെ ഈ ഒരു സ്ട്രൈക്ക് സീറോയിലോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് 5,000 റുപ്പീസ് ആണ് പി ആൻഡ് കിട്ടുന്നത്. സോ ഇവിടത്തെ എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഞാൻ 13 റുപ്പീസിന് സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡബിൾ ആയ സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. അമീർ, അത് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ മെത്തേഡ്സ് ആണ്. എപ്പോഴും ഈ ഒരു സെയിം ക്രൈറ്റീരിയ വർക്ക്ഔട്ട് ആകണമെന്നില്ല. സപ്പോസ് ഇങ്ങനെയും സംഭവിക്കാം. 13 റുപ്പീസിന് സെല് ചെയ്തു, അത് 26 റുപ്പീസിലോട്ട് പോയി, നമ്മൾ അത് കട്ട് ചെയ്തു, വീണ്ടും 13 റുപ്പീസിന് സെല് ചെയ്തു. ഇന്നത്തെ മാർക്കറ്റ് ആണ് വീണ്ടും 26ലോട്ട് പോകാം, വീണ്ടും നമ്മൾ അത് കട്ട് ചെയ്തു 26ലോട്ട് പോയാൽ നമ്മൾക്ക് ഒബ്വിയസ്ലി അത് ഹെവി ലോസിലോട്ട് പോകും. കാര്യം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട 13 റുപ്പീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിൽ ഒരു ഒറ്റ ലോസിനെ മാത്രമേ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 5 ലോട്ടുകളാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 10,000 റുപ്പീസിന്റെ ലോസ് ഈ 3 SL ഹിറ്റാകുമ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും. സോ ഞാൻ പറഞ്ഞത് ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പുട്ട് ഓപ്ഷന്റെ ഭാഗത്ത് നമുക്ക് പുട്ട് ഓപ്ഷൻ അഡീഷണലി സെല് ചെയ്യാം. ഓക്കെ, സോ 13 രൂപയുടെ അഡീഷണലി പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ എപ്പോഴും റിമൈനിങ്സ് ഉണ്ടാവണം. അമീർ, ആ ഒരു പോയിന്റ് മനസ്സിലായിരുന്നു? മനസ്സിലായി. ഓക്കെ, അപ്പൊ സോ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ റിമൈനിങ് എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണലി അഡ്ജസ്റ്റ്മെന്റ്സിനുള്ള ഇത് ഉണ്ടാകും. ഇൻ കേസ് നമ്മളുടെ ക്യാപിറ്റൽ കുറവാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ നടക്കത്തില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. സപ്പോസ് ഇപ്പോൾ ഇവിടെ 13 റുപ്പീസിന് സെല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 26 വരെ പോകാനായിട്ട് ഒരിക്കലും കാത്തു നിൽക്കത്തില്ല. 18 റുപ്പീസിൽ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അഡീഷണൽ വീണ്ടും 13 to 18. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസസ് എടുത്ത് മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് കറക്റ്റ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കണം. അത് എപ്പോഴും നമ്മൾ 18 SL അടിക്കാൻ നേരെ പോയി 13 സെല്ല് ചെയ്യണമെന്നല്ല പറയുന്നത്. ഇൻ കേസ് ഇന്നത്തെ കേസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് 20 റുപ്പീസ് ആണ്. 20യിൽ നിന്ന് മാർക്കറ്റ് 25 എത്തിയപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് എടുത്തെന്ന് കരുതുക 20 to 25. ഓക്കെ, സോ ഈ 25ൽ നിന്ന് മാർക്കറ്റ് മേളിലോട്ട് പോയി. ഇൻ കേസ് നിങ്ങൾക്ക് കാണാം ഇവിടെ 32ൽ നിന്ന് ഒരു റിവേഴ്സൽ ഉണ്ട്. സോ നമ്മൾ ഏകദേശം 31ൽ ഇത് സെല് ചെയ്താൽ വീണ്ടും നമ്മളുടെ കയ്യിൽ അഡ്ജസ്റ്റിംഗ് ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ 31 ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ട്രൈക്കിൽ നിന്ന് ഇറങ്ങണം. ഓൾമോസ്റ്റ് 34ൽ നമ്മൾ ഇറങ്ങിയെന്ന് കരുതുക. അതിനുശേഷം നമുക്ക് റിവേഴ്സൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. സീരീസ് മാർക്കറ്റ് 53 വരെ പോയിട്ടുണ്ട്. 53ന് തിരിച്ചിറങ്ങി ഒരു 49ല് നമ്മൾ വീണ്ടും അത് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് മൂവ്മെന്റ് നമുക്ക് ഇവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ താഴത്ത് നമ്മൾ 13 റുപ്പീസ് ആയിരുന്ന പ്രീമിയം ഡെഫിനറ്റ്ലി അത് ഒരു 8 റുപ്പീസ് ആകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു 13 സെല് ചെയ്യാം. അത് വീണ്ടും ഇത്രയും വലിയ മൂവ്മെന്റ് കിട്ടുന്നുണ്ട് ഒരു 8 റുപ്പീസ് ആയിട്ടാണ്. സോ ഇവിടെ നമ്മൾ എന്തുമാത്രം ലോസ് ആണോ ബുക്ക് ചെയ്തത് അതിന് എഗെയിൻസ്റ്റ് നമ്മൾക്ക് ഈ ഒരു മൂവ്മെന്റ് വെച്ച് തന്നെ അത് കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പോയിന്റ് മനസ്സിലാവും. ഓക്കെ, സോ ക്യാപിറ്റൽ കുറവാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. നമ്മൾക്ക് ഇവിടെ എത്ര രൂപ കിട്ടിയെന്ന് അല്ലെങ്കിൽ ലോസ് ആയി നോക്കാം. -5 നമ്മൾ ആദ്യത്തെ 20 to 25 പോയപ്പോൾ -5 റുപ്പീസ് നമ്മളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതിനുശേഷം -3 പോയി. അതിനുശേഷം 49 റുപ്പീസ് ഉണ്ടായിരുന്നത് 13 റുപ്പീസിലേക്ക് വന്നു. സോ നമുക്ക് +36 അവിടെ കിട്ടിയിട്ടുണ്ട്. താഴത്തോട്ട് വരാൻ നേരം +5 നമുക്ക് കിട്ടി. വീണ്ടും 13 റുപ്പീസ് ഉണ്ടായിരുന്ന ഒരു പ്രീമിയം സെല് ചെയ്ത് അത് 8ലേക്ക് വരുമ്പോൾ അത് വീണ്ടും 5 കിട്ടി. സോ ഓവറോൾ നമ്മൾക്ക് 38 റുപ്പീസിന്റെ
പ്രീമിയം ഇന്നത്തെ DPയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചു. 38 റുപ്പീസ്. അണ്ടർസ്റ്റുഡ്. സോ ഈ രീതിയിലാണ് നമ്മളുടെ കയ്യിൽ ക്യാപിറ്റൽ കുറവാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സിലേക്ക് പോകാനായിട്ട് വളരെ ചെറിയ ചെറിയ സ്റ്റോപ്പ് ലോസ് എടുക്കുക. അതിനുശേഷം ആ ഒരു റിവേഴ്സൽ കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. സോ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു ആർക്കെങ്കിൽ? ഹലോ സാർ, ഞാൻ അൻസാരി ആയിരുന്നേ. അൻസാരി പറഞ്ഞു. ഡിസ്കണക്ട് ആയത്. ഞാൻ ആ സ്വിങ്ങിനെ പറ്റി, സ്റ്റോക്ക് ഇക്വിറ്റിയെ പറ്റി ചോദിച്ചിരുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്റെ സിറ്റുവേഷൻ അങ്ങനത്തെ ആയതുകൊണ്ട് ഓപ്ഷൻസ്, ഞാനിപ്പം ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം ഓഫീസ് അവേഴ്സിൽ നമുക്ക് ഈ ഇതിന് നോക്കിയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇക്വിറ്റിയെ പറ്റി ഞാനിങ്ങനെ ചോദിച്ചത്. മനസ്സിലായി. ശരി, ഓക്കെ. ജസ്റ്റ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡിംഗ് ആണ് എനിക്ക് തോന്നുന്നു അൻസാരി പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമെങ്കിൽ. സ്വിംഗ് ട്രേഡിംഗ് വളരെ നല്ലൊരു ട്രേഡിംഗ് മെത്തേഡാണ്. വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ്. സോ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ നേരം എനിക്ക് തോന്നുന്നു അൻസാരി ചോദിച്ചത് എങ്ങനെ ചെയ്യാമെന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ, ആക്ച്വലി ഞാൻ ലൈറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കത് ഈ സ്റ്റോക്ക് സെലക്ഷനും മൂവ്മെന്റ്സ് ഏത് രീതിയിലുള്ള ഇതാണ് എടുക്കേണ്ടത് എന്നുള്ള അതിൻ്റെ അകത്തൊരു എപ്പോഴും ഒരു ഡൗട്ടാണ്. എനിക്ക് തോന്നുന്നു നമുക്കിനി ഒരു 5 മിനിറ്റ് കൂടെ മിച്ചുള്ളൂ. ഞാൻ ആയിരുന്നെങ്കിൽ എങ്ങനെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുമായിരുന്നു, ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്തായിരുന്നു സ്വിംഗ് ട്രേഡിംഗിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് തരാം. അത് വെച്ച് മനസ്സിലാക്കും. സപ്പോസ് ഞാൻ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ പർട്ടിക്കുലർലി ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് സ്റ്റോക്സിലോട്ട് കയറാറില്ലായിരുന്നു. ഒരു പർട്ടിക്കുലർ വലിയ സ്വിംഗ് ക്യാപ്ചർ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മൾക്ക് ഈ സ്റ്റോക്കിലാണെങ്കിൽ ഇപ്പൊ റിലയൻസിന്റെ ചാർട്ട് ആയിരുന്നു, 1 ഡേ ക്യാൻഡിൽസ് ആണ്. ഇവിടെ വേണമെങ്കിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നാളെ ഇഫ് ഐ ബിലീവ് മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ഗോ ഹയർ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്വിംഗിൽ വീണ്ടും എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. എത്ര നാള് വേണമെങ്കിലും നമുക്ക് ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ആ സ്റ്റോക്കിന് എക്സിറ്റ് ചെയ്യും. പക്ഷെ ഒരിക്കലും എന്റെ ക്യാപിറ്റൽ 100 രൂപയാണെങ്കിൽ ഞാൻ 100 രൂപയും ഈ ഒരു ഒറ്റ സ്റ്റോക്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അതിന്റെ 5-ൽ 1, 20 റുപ്പീസ് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അതും ആദ്യത്തെ ക്യാൻഡിൽ ഈ 20 റുപ്പീസിന്റെ 10 റുപ്പീസ് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ. സോ അതുകൊണ്ട് നമുക്ക് ഒന്നും പേടിക്കാതെ തന്നെ ഈ സ്റ്റോക്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാം. വീണ്ടും താഴത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആവറേജ് ചെയ്യാനായിട്ട് പോകത്തില്ല. അത് എപ്പോഴും SL എടുത്ത് മാറാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. SL എപ്പോഴും ചെറിയ SL ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ. ഇതൊന്ന് ജസ്റ്റ് ഇത് മണി മാനേജ്മെന്റ് ആണ് സ്വിംഗ് എന്ന് പറയുന്നത്. പ്രോബബ്ലി നമ്മൾ സ്റ്റോക്സിന്റെ സെലക്ഷനോ അതേപോലെ തന്നെ ഒരു മൂവ്മെന്റ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് ഓൾവേസ് എ ഹോപ്പ്. മാർക്കറ്റ് മേലോട്ട് പോകാൻ പോകുന്നു, ഈ സ്റ്റോക്ക് മേലോട്ട് പോകും എന്നുള്ളത് ഒരു ഹോപ്പാണ്. സോ അത് ഹോപ്പിന് അഗെയിൻസ്റ്റ് നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ഓൾവേസ് കീപ് മണി മാനേജ്മെന്റ്. മണി എപ്പോഴും അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സക്സസ് സ്വിംഗ് ട്രേഡിംഗിൽ എടുക്കാനായിട്ട് പറ്റും. സ്വിങ്സ് ഏതെങ്കിലും സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വാട്സാപ്പിൽ അതിന്റെ സ്ക്രീൻഷോട്ട്സോ കാര്യങ്ങളോ തന്നു കഴിഞ്ഞാൽ അതിന്റെ ലെവൽസും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ശരി, ഓക്കെ. ഓക്കെ. ഈ CPR നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? CPR നമ്മൾ സ്വിംഗ് ട്രേഡിംഗിൽ CPR യൂസ് ചെയ്യത്തില്ല. CPR എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആവറേജ് ആയിരുന്നു, പ്രൈസ് ആക്ഷന്റെ ആവറേജ് ആയിരുന്നു CPR. സോ നമ്മൾ സ്വിംഗ് ട്രേഡിംഗിലേക്ക് വരാൻ നേരം അതാണ് ഞാൻ ഇവിടെ ഇതാണ് 1 ഡേ ക്യാൻഡിൽസിന്റെ CPR. സോ നമുക്കൊന്നും മനസ്സിലാവത്തില്ല CPR. പക്ഷെ അത് 5 മിനിറ്റ്സിലേക്ക് വരാൻ നേരം നമുക്ക് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യാൻ നേരം CPRന്റെ യൂസേജ് നമുക്ക് തലേ ദിവസത്തെ ആവറേജ് ആണ് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളുടെ നിഫ്റ്റിയില് CPR ബ്രേക്ക് ചെയ്തതിനു ശേഷമാണ് വലിയ വലിയ സ്പൈക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. സോ അതനുസരിച്ച് CPRന്റെ ഇതൊന്ന് പറഞ്ഞുതരാമോ, എക്സ്പ്ലെയിൻ ചെയ്യാമോ? ടൈം സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്നാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ. എനിക്ക് തോന്നുന്നു ജസ്റ്റ് വി ഹാവ് ഓൺലി 1 minute to go. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് കട്ടാവും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ CPR ഇൻഡിക്കേറ്റർ എന്താണെന്ന് വിശദമായിട്ട് ആദ്യത്തെ സെക്ഷനിൽ തന്നെ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. ഓക്കെ, ഫൈൻ. സോ വളരെ
എക്സ്ക്യൂസ് മീ. ഈ ക്ലാസ് ഇടുമ്പോ ഇച്ചിരി നേരത്തെ ഇന്റിമേറ്റ് ചെയ്യാമോ? ബിക്കോസ് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇപ്പഴാ കേറിയുള്ളൂ. അപ്പൊ നേരത്തെ ഇന്റിമേറ്റ് ചെയ്യായിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ അറിയായിരുന്നു. ഇതെന്താണെന്നറിയോ, യൂഷ്വലി ഇതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടൈം. പിന്നെ എല്ലാവർക്കും അവരുടെ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സമയത്ത് ഫ്രീ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ടൈം നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ടൈം ഇത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞില്ലേ? ഇന്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ അത് വെച്ച് ഇപ്പൊ ഞാനും UAE-ലാണുള്ളത്. അപ്പൊ പിന്നെ എനിക്കൊരു ഉണ്ണിയുണ്ട്. അപ്പൊ ആളെങ്ങനെയാ ആളെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേനും നേരത്തെ അറിഞ്ഞാല് കുറച്ച് യൂസ്ഫുൾ ആയിരുന്നു നമുക്ക് ആ ടൈമിൽ കയറാൻ വേണ്ടിയിട്ടേ. ഇതിപ്പോ ഞാൻ കിച്ചണിലായിരുന്നു, ഒന്നും അറിഞ്ഞില്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് മിസ്സായില്ലോ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഗ്രൂപ്പില് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. എല്ലാവരും പറയുന്ന ഒരു പ്രിഫേർഡ് ടൈം നമുക്ക് എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡിങ്ങിലാണ് ഇപ്പോഴും. അതിനുശേഷം അത് എല്ലാ ദിവസവും ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണുന്ന ഭാഗത്തിന് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വളരെയധികം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ബാക്ക് ദ നെക്സ്റ്റ് ഡേ ആൻഡ് ആസ്ക് മീ. ഇല്ലെങ്കിൽ അത് തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ടൈം എനിക്ക് ഓക്കെയാണ്. ഇപ്പൊ 6:30 എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും 6:30 ആണെങ്കിൽ ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് അതനുസരിച്ച് ചെയ്യാലോ. ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട്